നേപ്പാളിൽ കുടുങ്ങിക്കിടന്ന വിനോദസഞ്ചാരികളുടെ ആദ്യ സംഘം കേരളത്തിലെത്തി. തങ്ങൾ ആക്രമണത്തിനിരയായി എന്ന് സംഘാംഗമായ വിജയലക്ഷ്മി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്നും അനിൽ ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളെടുത്ത റൂം ഭാഗ്യവശാൽ അത് കുറച്ച് വിട്ടിട്ടായിരുന്നു. ഒരു ഹിൽ സ്റ്റേഷൻ, കുറച്ച് ഗ്രാമമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അവിടെ അങ്ങനത്തെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പോയവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത്. അവർ സഞ്ചരിച്ച വാഹനം ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ട് കയറി നിർത്തി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കാരണം റോഡെല്ലാം ബ്ലോക്ക്ഡ് ആയിരുന്നു. വളരെ വയലന്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരമായ കണ്ട് ഞങ്ങൾ പോകുന്ന കാറിൽ കല്ലെറിയുകയും പെട്രോൾ കത്തിക്കാൻ നോക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ച്. ഡ്രൈവർ നല്ല ആളായതുകൊണ്ട് ഒക്കെ രക്ഷപ്പെട്ടു. അയാൾ അറിയുന്ന ആളുണ്ടായിരുന്നു. അന്നേരം ഒരു സംസാരിച്ചു. അപ്പം വണ്ടി വിട്ടോളാൻ പറഞ്ഞു. കലാപത്തിൻ്റെ ഇടയിൽ ഒരു വന്നതാ ചെയ്യുന്നത്. വന്നോട്ടാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നേരെ മുമ്പിട്ട് ബൈക്കെടുത്ത് വന്നിട്ട് ചെയ്ത് ഒരു 5-10 ആൾക്കാർ. ഇപ്പോൾ ഒക്കെ ശാന്താണ്. ഇപ്പം പ്രശ്നമൊന്നുമില്ല. സൈഡിലൊക്കെ കരിഞ്ഞ വണ്ടികളും ഒക്കെ കാണുന്നുണ്ട്. ഫുള്ള് പട്ടാളം ഏറ്റെടുത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവരെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവർ കുറച്ച് ആൾക്കാർ വേറെ പോയി. അപ്പം അവരിൽ ഇങ്ങോട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ടോ പോകാൻ പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ട്. രണ്ടാമത്തെ മകനും ഭാര്യയൊക്കെ ഇപ്പം ഡൽഹിയിൽ എത്തിയിട്ടേ ഉള്ളൂ. കാഠ്മണ്ഡു ഒരു ഫ്ലൈറ്റ് എല്ലാവർക്കും കൂടെ ടിക്കറ്റ്. ഒരുപാട് ജനങ്ങളാണ്. എയർപോർട്ട് കാണാനില്ല, അത്രയ്ക്കും ആൾക്കാരാണ് അവിടെ. നമ്മുടെ കൂടെ ഫാമിലി മെമ്പറിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. സോ അവരെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് അവരാണ് ശരിക്കും പറഞ്ഞാൽ വേറൊരു ക്യാബ് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കുറച്ചുപേര് താഴെയായിരുന്നു. നമ്മൾ കുറച്ചുപേര് ഹിൽ സ്റ്റേഷനിലായിരുന്നു. അങ്ങോട്ടേക്ക് നമ്മളടുത്തേക്ക് കൊണ്ടുവന്നത് ആ കുട്ടിയായിരുന്നു. കാരണം വേറെ ഒരു ക്യാബും വിളിച്ചിട്ട് അവരാരും വരാൻ തയ്യാറായില്ല. ഈ കുട്ടി ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് അങ്ങനെയൊക്കെ ഭയങ്കര സേഫ് ആയിട്ട് അവരോട് എത്തിയത്. വഴിയിലൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞ പോലെ കാറിന് നേരെ കല്ലേറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഭയങ്കര പാനിക്കായിപ്പോയി. നമ്മളും കേട്ടിട്ട് പാനിക്കായിപ്പോയി. ആ ഒരു ദിവസമായിരുന്നു ഭയങ്കര ടെറിബിൾ ആയിരുന്നു. എനിക്ക് ഒന്ന് 9-ാം തീയതി. പിന്നീട് കുഴപ്പമില്ല, സേഫായിട്ട്. ഇപ്പം ഇത്തരത്തിൽ ഒരു കലാപത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നും തിരിച്ചെത്തിയ ഒരു ആശ്വാസത്തിലാണ് ഇവിടെ ഉള്ളത്.